എല്ലാവരും ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നവരാണ്. ഗണപതിക്ക് നാളികേരം ഉടച്ച് വിഘ്നങ്ങൾ മാറ്റാം എന്നൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചില സമയങ്ങൾ ഗണപതിക്ക് നമ്മൾ അടിക്കുന്ന നാളികേരം പൊട്ടുന്നതായി കാണാറില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? നാളികേരം മനുഷ്യ ശരീരത്തിന് തുല്യമാണ് എന്നാണ് സങ്കല്പം. പുറമേ നാരുകളോടുകൂടി ആവരണമുള്ള കട്ടിയുള്ള ചിരട്ടയുള്ളതും അതിനുള്ളിൽ മാംസളമായ ഭാഗവും അതിൻ്റെ ഉള്ളിൽ അമൃതമായ ജലവും ഉള്ളതിനാലാണ് നാളികേരത്തെ മനുഷ്യ ശരീരത്തോട് ഉപമിക്കുന്നത്. ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നതിലൂടെ ഭഗവാന് സ്വയം പൂർണ്ണമായും നമ്മെ സമർപ്പിക്കുന്നതാണ് ചെയ്യുന്നത്. നാളികേരം ഉടയ്ക്കുന്നതിലൂടെ ഞാൻ എന്ന ഭാവത്തെ ഉടച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഗണങ്ങളുടെ അധിപനായ ഗണപതിക്ക് 3 കണ്ണുകളുള്ള നാളികേരം അർപ്പിക്കുന്നതിലൂടെ സകല വിഘ്നങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. വിഘ്നങ്ങൾ മാറ്റാൻ നാളികേരം ഉടയ്ക്കൽ സാധാരണയായി നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ്. ഗണപതി ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നാം ഈ കാര്യം ചെയ്യുന്നത്. നാളികേരം ഒരിക്കൽ പൊട്ടിയില്ലെങ്കിൽ അത് വീണ്ടും എടുത്ത് നമ്മൾ ഉടയ്ക്കാൻ പാടില്ല. വേറെ നാളികേരം വാങ്ങി വീണ്ടും ഉടയ്ക്കുന്നതാണ് ഉത്തമം. നാളികേരം എറിഞ്ഞുടയ്ക്കാൻ ശക്തിയില്ലെന്ന് സ്വയം തോന്നിയാൽ വേറൊരു വ്യക്തിവശം നാളികേരം നൽകി ഉടപ്പിക്കാവുന്നതാണ്.